1.5 പതിറ്റാണ്ട് ഒരു നാവിക ഉദ്യോഗസ്ഥനായി രാഷ്ട്രത്തെ സേവിച്ച, ഇപ്പോൾ വലിയ മഹത്തായ മറ്റൊരു സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബഹുമാനായ ഒരു സ്നേഹിതനാണ് ഇന്ന് അന്വേഷണത്തിൽ നമ്മോടൊപ്പം അതിഥിയായി ഉള്ളത്. ശ്രീ സാബു വർഗീസ്. അദ്ദേഹം ഒരു വചന പ്രഘോഷകനും ഗ്രന്ഥകാരനും ഒക്കെയാണ്, ഒരു യൂത്ത് കൗൺസിലർ കൂടെയാണ്. വളരെ ആദരവോടെ സ്നേഹത്തോടെ സാബു വർഗീസിനെ ഞങ്ങൾ സദ്ഗമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ സൈന്യത്തിലെ ഒരു സേനാനിയായിരുന്നല്ലോ താങ്കൾ, ഒരു നാവിക ഉദ്യോഗസ്ഥനായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ താങ്കൾ തീരുമാനിച്ചത്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഒരു പട്ടാളക്കാരനെ തീരുക എന്നുള്ളതായിരുന്നു. പട്ടാളക്കാരനും വെടിപൊട്ടിക്കാതെ കേൾക്കുമ്പം 8 അയലത്ത് നിൽക്കാതെ ഓടുന്ന പാർട്ടിയാണ് ഞാൻ. പക്ഷെങ്കിൽ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ പിതാവ് ഒരു പട്ടാളക്കാരനായിരുന്നു. ആ പിതാവിൻ്റെ കഥകളും മാത്രമല്ല എൻ്റെ ജ്യേഷ്ഠന്മാർ 5 പേര് അവരും ഈ പട്ടാള സേവനമായിരുന്നു. ഒരു പട്ടാള കുടുംബമായിരുന്നു. അതുകൊണ്ട് ജനിച്ചപ്പോൾ മുതൽ ഈ പട്ടാള കഥകൾ കേട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ഏറ്റവും ഇളയതാണ്. മാത്രമല്ല നമുക്കറിയാവുന്ന ഒരു സംഭവമാണ് 1946 ആ നാവിക മ്യൂട്ടണി. അതിൽ എൻ്റെ പിതാവ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ പിതാവ് ജയിൽവാസം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ആ കഥകളും മറ്റും എന്റെ ജനിച്ചപ്പോൾ മുതൽ ഞാൻ കേട്ടാണ് വളർന്നു വന്നത്. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം, അതായത് ജനിച്ച അറിവ് വെക്കുന്ന സമയം മുതൽ എന്തെങ്കിലും ഒരിക്കൽ നേവിയിൽ ചേരുക, രാഷ്ട്രത്തെ സേവിക്കുക, ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന്. പക്ഷേ ഈ പട്ടാള സേവനം എന്നൊക്കെ പറയുമ്പോൾ ഏത് സമയത്തും മരണം സംഭവിക്കാം, അല്ലെങ്കിൽ വികലാംഗനാവാം, എന്ത് സംഭവിക്കാം. ഇത്തരം ഭീതികളൊന്നും ഇല്ലാതെ രാജ്യസേവനത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ ഈ പിതാവിന്റെയും ജ്യേഷ്ഠന്മാരുടെയും കഥകൾ പിന്നെ വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. അതിന്റെ മരണവും അങ്ങനെയുള്ള ഭീതി ഒരിക്കലും ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. എന്നെ സ്വാധീനിച്ചത് എങ്ങനെയെങ്കിലും എനിക്കൊരു നാവിക ഉദ്യോഗസ്ഥനായി തീരണം, എന്റെ രാഷ്ട്രത്തെ അല്ലെങ്കിൽ പിതാവിന്റെ പാതകൾ അതിനൊന്ന് പിന്തുടരണം. ഇതായിരുന്നു എന്റെ ഏറ്റവും ഒരു ജന്മാഭിലാഷമായിരുന്നു. തീർച്ചയായിട്ടും ഈ 15 വർഷങ്ങൾ ഈ രാഷ്ട്ര സേവനത്തിനിടയിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ശ്രദ്ധേയമായ എടുത്തു പറയേണ്ട ഏതെങ്കിലും ഒരു സംഭവം? എന്റെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ 15 വർഷത്തെ പറയാനുണ്ട്. എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ട ഒരു അനുഭവം എന്ന് വെച്ചാൽ എന്റെ സ്വപ്നം പൂവണിഞ്ഞ ആ ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞു 17-18 വർഷമോളം ഞാൻ സ്വപ്നം കണ്ടതാണ് ഒരു പട്ടാള യൂണിഫോം ഇടുക എന്നുള്ളത്. ഈ സ്വപ്നം സഫലമാകുന്ന ഒരു ദിവസമായിരുന്നു. വാസ്തവത്തിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഓത്ത് ഓഫ് അലിജൻസ്, അതായത് നമ്മുടെ രാഷ്ട്രത്തോട് കൂറ് പ്രഖ്യാപിക്കുന്ന ആ ദിവസം ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നാണ് അന്ന്. അവൻ തന്റെ സെറമോണിയൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്റെ ക്യാപ്റ്റന്റെ അടുത്ത് പോയിട്ട് തന്റെ രാഷ്ട്രത്തോടും കോൺസ്റ്റിറ്റ്യൂഷനോടും പ്രസിഡന്റിനോടും എന്നും അതായത് മരണം സംഭവിച്ചാൽ പോലും മരണത്തേക്കാൾ കൂടുതൽ രാഷ്ട്രത്തെ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്ന് ഒരു വാഗ്ദാനം ചെയ്യും. ആ ഉടമ്പടിയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും അവസ്മരണീയമായ ഒരു കളർഫുൾ ഫംഗ്ഷനാണ്. തന്നെയല്ല അന്നൊരു സ്വപ്നം അത് സഫലമായ ദിവസമാണ്. എന്റെ ഏറ്റവും വലിയ ഓർമ്മയിലെ സംഭവം അതാണ് വാസ്തവത്തിൽ നേവൽ ജീവിതത്തിലെ. രാഷ്ട്രത്തോട് കൂറ് പ്രഖ്യാപിക്കുക എന്നുള്ളത് താങ്കൾ പറഞ്ഞു. താങ്കളൊരു ക്രൈസ്തവനാണ് എന്നെനിക്കറിയാം. ക്രിസ്ത്യാനിത്തെക്കുറിച്ച് പൊതുവെ പറയാനുള്ള ഒരു വെസ്റ്റേൺ റിലീജിയൻ ആണെന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ താങ്കളുടെ കൂറ് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളതാണ്, ഭാരതത്തെക്കാളുപരി അമേരിക്കയോടും ഇംഗ്ലണ്ടിനോടും കൂറ് പുലർത്തുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്നൊരു ആരോപണം കേൾക്കുന്നുണ്ട്. എന്ത് പറയും താങ്കൾ അതിനെക്കുറിച്ച്? ഇന്ന് ജനത്തിന്റെ മധ്യേ ഉള്ള ഒരു മിഥ്യാധാരണയാണ് ക്രിസ്തു മതം ഒരു പാശ്ചാത്യ മതം ആണെന്നുള്ളത്. വാസ്തവത്തില് ഇസ്രയേലിനെ കുറിച്ച് നോക്കാമെങ്കിൽ ഇസ്രയേല് ഒരു ഏഷ്യൻ ഭൂഖണ്ഡത്തിൽപ്പെട്ട രാഷ്ട്രമാണ്. മാത്രമല്ല യേശു ക്രിസ്തു ഒരു ഏഷ്യക്കാരനുമാണ്, കാരണം ഒരു യഹൂദനാണ് ആയിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ക്രൈസ്തവ മതം ഒരിക്കലും ഒരു പാശ്ചാത്യ മതമല്ല, ഒരു പൗരസ്ത്യ മതം തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ പല പഠിപ്പിക്കൽ എടുത്താലും നമ്മുടെ ഭാരത സംസ്കാരത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. ഉദാഹരണം ഗുരുകുല വിദ്യാഭ്യാസം, അത് ആർഷഭാരതത്തിന്റെ ഒരു സംസ്കാരമായിരുന്നു. യേശുക്രിസ്തുവിന്റെ ആ ശിഷ്യന്മാരോടുള്ള ആ പഠിപ്പിക്കൽ രീതിയൊക്കെ എടുത്ത് ഒരു ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ സംസ്കാരവും മറ്റും ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ ആർഷഭാരതത്തിന് ചേർന്ന ഒരു പൗരസ്ത്യ സംസ്കാരമാണ് യഥാർത്ഥ ക്രൈസ്തവ മതം. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ഒരു വെസ്റ്റേൺ റിലീജിയൻ അല്ല, ഒരിക്കലും ഈസ്റ്റേൺ ആണ്, പൗരസ്ത്യം എന്ന് മാത്രമല്ല പാശ്ചാത്യരുടെ മധ്യേ ഈ ക്രിസ്തുമതം എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം സെന്റ് തോമസും മറ്റും ഈ കൊടുങ്ങല്ലൂർ നമ്മുടെ കേരളത്തില് വന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ആ കൊടുങ്ങല്ലൂരും മറ്റും വന്നിട്ട് അന്ന് തന്നെ വളരെ പഴക്കമുള്ള
ഒരു പാരമ്പര്യം കേരള ക്രൈസ്തവർക്ക് പറവാനുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പാശ്ചാത്യമാണെന്നുള്ള ധാരണ മിഥ്യയാണ്. അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മതം പൗരസ്ത്യമാണെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ എങ്കിലും എൻ്റെ മുൻ ചോദ്യത്തിൻ്റെ രണ്ടാം പാതി അവിടെ നിലനിൽക്കുകയാണ്. പലപ്പോഴും ഭാരതീയ ക്രൈസ്തവൻ്റെ കൂറ് അമേരിക്കയോടും ഇംഗ്ലണ്ടിനോടും മറ്റ് പാശ്ചാത്യ ക്രിസ്തീയ രാജ്യങ്ങളോടുമാണ് എന്ന് പറയാറുണ്ട്. അതിനോട് എന്ന് മാത്രം യോജിക്കാൻ താങ്കൾ കഴിയും? അത് ഒരിക്കലും ശരിയല്ല. കാരണം നാം കേരളത്തിൽ ജനിച്ചതാണ്, നാം ഭാരതീയരാണ്. നമ്മളുടെ ജന്മനാടിനോട് എന്നും നമുക്ക് ഒരു കൂറുണ്ട്. ഒരിക്കലും അമേരിക്കയോടോ റഷ്യയോടോ അല്ലെങ്കിൽ അങ്ങനെ മറ്റ് രാഷ്ട്രങ്ങളോടോ നമുക്ക് കൂറ് പുലർത്തുവാൻ നമുക്ക് ഒരിക്കലും അവകാശമില്ല. നാം ജനിച്ച മണ്ണാണ് നമ്മുടെ മണ്ണ്, നമ്മുടെ ഭാരത മണ്ണ്. ചുരുക്കത്തിൽ ഭാരതത്തിലെ ക്രൈസ്തവർ പൂർണ്ണമായിട്ടും ഭാരതീയർ തന്നെയാണ്. നമുക്ക് യാതൊരു വിദേശീയ മേൽക്കോയ്മ അംഗീകാരവുമില്ല. ഒരിക്കലുമില്ല. 15 വർഷത്തോളം താങ്കൾ രാജ്യത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഏതു നിമിഷവും മരണവും വരാം എന്നുള്ള ആ കാത്തിരിപ്പോടുകൂടി തന്നെ താങ്കൾ സേവിച്ചു. എന്നാൽ ഇന്ന് എനിക്ക് തോന്നുന്നു അല്പം ഒന്ന് ട്രാക്ക് മാറി വ്യത്യസ്തമായ മറ്റൊരു രാജ്യത്തിന്റെ സേവനത്തിലാണ് താങ്കൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ദൈവരാജ്യത്തിന്റെ സേവനം. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാക്ക് മാറാൻ ഈ ഭാരത രാജ്യത്തിന്റെ സേവനത്തിൽ നിന്നും ദൈവരാജ്യ സേവനത്തിലേക്ക് തിരിയാനുള്ള കാരണം എന്തായിരുന്നു? അതിന്റെ ഉത്തരം പറയണമെങ്കിൽ മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കണം. മാതൃരാജ്യത്തെക്കാൾ പ്രാധാന്യമുള്ളതാണോ ഈ ദൈവരാജ്യം? ഞാൻ പറയാൻ പറ്റും. മനുഷ്യനെ ഒന്ന് മനസ്സിലാക്കണം. മനുഷ്യ യഥാർത്ഥത്തിൽ രണ്ട് ആണ് നമുക്ക് എടുക്കാൻ പറ്റും. ഒന്ന്, അവനൊരു ശരീരമുണ്ട്, ഒരു ആത്മാവും ദേഹിയുമുണ്ട്. അപ്പൊ ഈ ഇമ്മെറ്റീരിയൽ പാർട്ടുണ്ട്, അതുപോലെ ഒരു മെറ്റീരിയൽ പാർട്ട് അവനുണ്ട്. ശരീരം കൊണ്ട് ഞാൻ ഭാരതീയനാണ്, ഞാൻ കേരളീയനാണ്, ഞാൻ മലയാളിയാണ്. പക്ഷെങ്കിൽ എനിക്കൊരു ആത്മാവുണ്ട്. ഈ മനുഷ്യനായി എന്നെ അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തർ സൃഷ്ടിച്ചേക്കുന്നത് ദൈവമാണ്. ഈ ദൈവം ഒരു രാഷ്ട്രത്തിന്റെയും ആളല്ല. അവൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. ഞാൻ ശരീരം കൊണ്ട് ഭാരതീയനാണെങ്കിൽ പോലും എന്റെ ജന്മം തന്നത് എന്റെ ദൈവമാണ്. ആ ദൈവത്തോട് എനിക്കൊരു വിധേയത്വമുണ്ട്. ഇന്ന് എന്റെ ഭാരത സേവനം അത് അവസാനിപ്പിച്ചതിന് ശേഷം എനിക്ക് ജന്മം തന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ആ സമർപ്പണത്തിലേക്ക് ഞാൻ പോയി, ആ ജീവിതത്തിലേക്ക് ഞാൻ പോയി. ചുരുക്കത്തിൽ താങ്കൾ ദൈവരാജ്യത്തിലെ ഒരു അംഗമായി തീർന്നിരിക്കുകയാണ്. ദൈവരാജ്യത്തിലെ അംഗമായി തീർന്നു. ഈ ദൈവരാജ്യത്തിലെ അംഗമാകുക എന്ന് പറയുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ്, അങ്ങനെ ഒരു ദൈവരാജ്യത്തിന്റെ അംഗമായി തീരുന്നതുകൊണ്ട് എന്താണ് നമുക്ക് ലഭ്യമാകുന്നത്? ദൈവരാജ്യത്തിലെ അംഗം ആകുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വീണ്ടും പറയേണ്ടി വരും. ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യന്റെയും ഏക സൃഷ്ടാവാണ് സൃഷ്ടിച്ചത്. ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഇടയ്ക്കും ചോദിക്കുക, ദൈവം ഏത് മതക്കാരനാണ്? അങ്ങനെ ദൈവത്തിന് മതമില്ല, അവൻ സൃഷ്ടാവാണ്. മതങ്ങൾ മനുഷ്യന്റെ സൃഷ്ടിയാണ്. എല്ലാ മതവും മനുഷ്യ സൃഷ്ടിയാണ്, മതങ്ങളല്ല. ഈ ദൈവം മതം ഉണ്ടാക്കിയില്ല. എന്റെ അറിവനുസരിച്ച് ഒരു മതമേ ഉള്ളൂ, മനുഷ്യവർഗം എന്ന ഏക മതം. 2 ജാതിയേ ഉള്ളൂ, പുരുഷനെന്നും സ്ത്രീയെന്നും. താങ്കൾ ഉത്തരത്തിലേക്ക് മടങ്ങി വരാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവിടെയാണ് താങ്കൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ചു. മറുതലിക്കുക മത്സരിച്ചു. ആ മത്സരമാണ് അവൻ ആ ശത്രുവായ സാത്താനോട് മറ്റും കൂട്ടം ചേർന്നിട്ട് ദൈവത്തിന് വിരുദ്ധമായിട്ട് പാപം ചെയ്തു. അത് ദൈവത്തിന് വിരുദ്ധമായിട്ട് പാപം ചെയ്തപ്പോൾ അവിടെ ദൈവമായിട്ട് ശത്രുത്വം ഉണ്ടായി. ആ ശത്രുത്വമായി കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യനും ആയിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. ഇന്ന് ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും ഒരുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്ന അവസ്ഥയിലാണ്, ദൈവത്തോട് നിരന്തരം മത്സരിക്കുന്ന അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് ദൈവത്തോട് ഈ മനുഷ്യൻ മത്സരിക്കുന്നത്? അവൻ യഥാർത്ഥത്തില് ദൈവത്തോട് മത്സരിക്കുന്നതിന്റെ യഥാർത്ഥ ഭാവം അവന്റെ ഉള്ളില് താൻ ഒരു സ്വാർത്ഥത ഉണ്ട്. ദൈവം മാത്രമാണ്. അതിനെയാണ് താങ്കൾ ഈ പാപം എന്ന് വിശേഷിപ്പിക്കുന്നത്. അവനൊരു ഏത് മനുഷ്യനും ഈ സ്വാർത്ഥതയുണ്ട്. ഈ സ്വാർത്ഥത, ഞാൻ തന്നെത്താൻ ഉയരണം, എനിക്ക് ദൈവത്തെ പോലെ ആകണം. വാസ്തവത്തില് ഏറന്തോട്ടത്തില് മനുഷ്യൻ ചെയ്ത പാപം എന്തെന്ന് വെച്ചാല് ആ പഴം തിന്നു. എന്തിനെന്നറിയാമോ? ദൈവത്തെ പോലെ. അപ്പോ നമുക്കറിയാം, ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് അവന് തെറ്റ് ചെയ്തു. ദൈവം പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള ശരിയാണ്, അതിനപ്പുറമായിട്ട് പറയാൻ പറ്റും ദൈവത്തെ പോലെ ആകാൻ അവന്റെ ആഗ്രഹം, ശ്രമമായിരുന്നു. അപ്പൊ മനുഷ്യൻ ദൈവത്തോട് മത്സരിച്ചു. ആ മത്സരമാണ് അതിൽ പാപം എന്ന് പറയുന്നത്. ആ പാപത്തിന് യഥാർത്ഥത്തില് ഒരു ശിക്ഷയുണ്ട്. ആ പാപത്തിന്റെ ശമ്പളം മരണം എന്നാണ് ദൈവജനം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ശിക്ഷ മരണം. ആ മരണം ഒരിക്കലും മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചത്, പാപത്തിന്റെ ശമ്പളം മരണം എന്ന് താങ്കൾ പറഞ്ഞു, അല്ലെങ്കിൽ പാപത്തിന് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞു. അത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കുറെ നാൾ ജീവിച്ചതിന് ശേഷം മരിച്ചു പോകുന്നതിനെ കുറിച്ചാണോ താങ്കൾ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും മരണത്തെ നമുക്ക് 3 തിരിക്കാൻ പറ്റും. ഒന്ന്, ഒരു ആത്മമരണമുണ്ട്. അത് ഈ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യനും ആത്മീയമായിട്ട് മരിച്ചവരാണ്. രണ്ടാമത് ഒരു ശാരീരിക മരണം. അത് ഈ ഭൂമിയിലുള്ള മാറ്റത്തെ ആ ശാരീരിക മരണം എന്ന് പറയാൻ പറ്റും.
അവസാനം ഒരു നിത്യമരണമുണ്ട്. മനുഷ്യനെ ന്യായം വിധിച്ചിട്ട് ആയിട്ട് തീപ്പൊയ്കയിൽ തള്ളിക്കളയുന്ന ഒരു മരണം. മരണത്തെ മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. അപ്പൊ ദൈവത്തിൽ നിന്നും എന്നേക്കുള്ള ഒരു വേർപാടായിട്ട് അതിനെ ചിത്രീകരിക്കാൻ പറ്റും. ഈ 3 മരണത്തിന്റെയും കാരണം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പാപമാണ്. ഈ 3 മരണത്തിന്റെയും കാരണം മനുഷ്യന്റെ പാപമാണ് എന്ന് വ്യക്തമാണ്. അതൊരു പരിഹാരമാണ് യഥാർത്ഥത്തിൽ ആവശ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്, ദൈവരാജ്യത്തിൽ അംഗമായി തീർന്നുള്ള അഡ്വാൻറ്റേജ്. ഈ യേശു ക്രിസ്തുവിലേക്ക് അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുമ്പോ കർത്താവ് പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവന് മരണം ഇല്ല. വാസ്തവത്തിൽ അവിടെ മരണത്തിന് പരിഹാരം ഉണ്ട്. എന്നിൽ വിശ്വസിച്ച് ഒരു നാളും മരിക്കയില്ല എന്ന് യേശു ക്രിസ്തുവിന്റെ ഒരു പ്രഖ്യാപനം. അപ്പൊ വിശ്വാസത്താൽ കർത്താവിന്റെ അടുത്തേക്ക് വരുമ്പോ അവനെ വിശ്വസിച്ച് കഴിയുമ്പോ വാസ്തവത്തിൽ മരണത്തിന് ഒരു അവസാനം ഉണ്ടാകുകയാണ്. പിന്നെ ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ ഒരു വിശ്വാസി യേശുവിനെ അംഗീകരിച്ച ഒരു വ്യക്തി അവനെ പിന്നെ മരണം ഒരു പദം അവിടെ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നാണ്. പിന്നെ വരുന്ന പദമാണ് നിദ്ര. യേശുവിനെ വിശ്വസിച്ച ഒരു മനുഷ്യന് അവന് മരണം ഇല്ല എന്ന് തന്നെയാണ് ബൈബിൾ കേവലം ഒരു ഉറക്കം മാത്രമേ ഉള്ളൂ. അല്പകാലം കഴിഞ്ഞ് ഉണരും എന്നുള്ള പ്രതീക്ഷ മാത്രമാണ്. ദൈവരാജ്യത്തിൽ ആയിത്തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈബിൾ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കുന്നത്, ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നമ്മെ വിടുവിച്ച് തന്റെ സ്വപുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച ക്രിസ്തു എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ഇരുട്ടിലാണ് ആയിരിക്കുന്നത്, അതിൽ നമ്മെ വിടുവിച്ച് താൻ രാജ്യത്തിലാക്കാൻ യേശു ക്രിസ്തു ആണ് എന്നവിടെ മനസ്സിലാക്കുന്നത്. ലോകത്തിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും അന്ധകാരത്തിൽ ഇരുട്ടിൽ കഴിയും. അത് തന്നെയാണ് അതിൽ നിന്നൊരു മോചനം, ഒരു അത്ഭുത പ്രകാശത്തിലേക്ക് വരുന്ന ഒരവസ്ഥ. അതാണ് ദൈവരാജ്യത്തിന്റെ അവസ്ഥ. അങ്ങനെ ഒരു ഡെലിബറേറ്റ് ഡിസിഷൻ ആ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വരാൻ ഞാനൊരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ, തീർച്ചയായിട്ടും തുടർന്ന് അന്ധകാരത്തിലാണ്. മാത്രമല്ല അന്ധകാരത്തിൽ നിന്ന് ഒടുവിൽ ദൈവത്തെ വിട്ട് നിത്യ അന്ധകാരം അല്ലെങ്കിൽ ദൈവത്തെ വിട്ടുപിരിഞ്ഞ സ്ഥാനത്തേക്ക്, നരകം എന്ന് വിളിക്കുന്ന സ്ഥാനത്തേക്ക് മനുഷ്യൻ നിത്യമായിട്ട് മാറേണ്ടി വരും. അല്ലെങ്കിൽ എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പക്ഷേ ലോകത്തുള്ള ഒരു മനുഷ്യരും അങ്ങനെ ഒരു അന്ധകാര ജീവിതം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും വെളിച്ചം ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹിക്കുന്നു എങ്കിലും ആ ഒരു തീരുമാനം സമർപ്പണം, ആ ഒരു സമർപ്പണമാണ് യഥാർത്ഥത്തിൽ ഏത് മനുഷ്യനും ആവശ്യം. പക്ഷെ എങ്ങനെ ഈ വെളിച്ചത്തിലേക്ക് എനിക്ക് വരാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ ഈ ദൈവരാജ്യത്തിന് അംഗമായി തീരാൻ എനിക്ക് സാധിക്കും? ഞാൻ ഇച്ചിരി പറഞ്ഞായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. അത് പറഞ്ഞു ഓത്ത് ഓഫ് അലിജൻസ്. ഞാൻ നേവിയില് അംഗമായി തീർന്ന ആ രംഗം. ഞാൻ എന്റെ ക്യാപ്റ്റന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ മെയിൻ ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോയിട്ട് എന്റെ രാഷ്ട്രത്തോടുള്ള കൂറ് ഞാൻ പ്രഖ്യാപിച്ചു. അപ്പൊ ആ കൂറിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ആ നേവിയുടെ ഒരു അംഗമാക്കി അവര് മാറ്റിയത്. അതുപോലെ ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിലേക്ക് നാം അംഗമാണെങ്കിൽ യഥാർത്ഥം നമ്മള് ആ നാവികസേന ചെയ്ത ആ ഓത്ത് ഓഫ് അലിജൻസ് ക്യാപ്റ്റന്റെ അടുത്ത് ചെല്ലാതെ പറ്റില്ല. ക്യാപ്റ്റന്റെ അടുത്ത് ചെന്നിട്ട് കർത്താവേ എന്റെ മരണം ആണെങ്കിൽ പോലും നിന്നെ അനുസരിച്ചു കൊള്ളാം, എന്ത് പ്രയാസമാണെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം എന്ന ഒരു ഉടമ്പടി, അത് ഞാൻ അലിജൻസ് കൂറ് പ്രഖ്യാപിക്കുക. ആ ഒരു കൂറ് പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ രാജ്യത്ത് പ്രവേശിക്കാം. അതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ഇന്ത്യൻ നേവിയുടെ കാര്യവും. പക്ഷെ എനിക്ക് അവിടെ ചോദ്യമുള്ളത്, അങ്ങനെ ദൈവത്തോട് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോട് കൂറ് പ്രഖ്യാപിക്കത്തക്കവണ്ണം ഞാൻ എന്ത് ശ്രേഷ്ഠതയാണ് യേശു ക്രിസ്തുവിൽ കാണുന്നത്? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ നോക്കാമെങ്കിൽ അനേക ഗുരുക്കന്മാരും ദേവന്മാരും ഒക്കെ കാണാൻ പറ്റും. ഇവർക്ക് അനേക നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇവരാരും മോശമായിട്ടൊന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല. പക്ഷെങ്കില് ദുഷ്ടനെ സ്നേഹിക്കുവാനും ദുഷ്ടന് വേണ്ടി മരിക്കുവാനും വന്ന ഏക വ്യക്തിത്വം യേശു ക്രിസ്തു മാത്രമാണ്. പാപികളെ രക്ഷിപ്പാൻ വന്ന ഏക വ്യക്തിത്വം, ഏക ദേവൻ അല്ലെങ്കിൽ ദൈവം. യേശുക്രിസ്തുവിന്റെ യുണീക്നെസ് അതാണ്. അവന്റെ പ്രത്യേകത അതാണ്. അവൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വേറൊരു അവതാരമോ വേറൊരു പുരുഷനോ ഇല്ല. വേറെ ഇവന്റെ പ്രത്യേകത മാത്രമാണ്. ഒരുപക്ഷെ പട്ടാളത്തിലെ മേലുദ്യോഗസ്ഥൻ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായില്ല എന്ന് വന്നേക്കാം. പക്ഷെ ഇവിടെ ഈ ക്യാപ്റ്റൻ എനിക്ക് വേണ്ടി മരിച്ച് അവന്റെ ജീവൻ തന്നിട്ട് മരിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, അവന്റെ ജീവൻ തന്നിട്ട് എന്നെ അവൻ സ്വന്തമാക്കി. ആ സ്വന്തം എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ ക്യാപ്റ്റനോട്, എന്റെ കർത്താവിനോട്, എന്റെ ലോർഡ്, എന്റെ അധിപതിയോട് ഞാൻ എന്റെ കൂറ് പ്രഖ്യാപിക്കുന്നു. അല്ലെങ്കിൽ എന്നെ മരണത്തിന്റെ അതിൽ നിന്ന് തന്നെ വിടുവെച്ച് അവന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ അധിപതിക്ക് ഞാൻ എന്റെ ജീവനം സമർപ്പിക്കുന്നു. അതാണ് ഓത്ത് ഓഫ് അലിജൻസ്. ഞാൻ ഇനി അവന്റെ വകയാണ്, അവൻ രക്തം തന്നെ വിലയ്ക്ക് വാങ്ങി, ഇനി അവന് വേണ്ടി മാത്രം ജീവിക്കും എന്നൊരു ഓത്ത് ഓഫ് അലിജൻസ് എടുക്കും. അതാ ബൈബിൾ പറഞ്ഞത്, യേശുവിനെ അധിപതിയായിട്ട് കർത്താവായിട്ട് ആ ഹൃദയം യേശു കർത്താവാണെന്ന് വാഗൊണ്ട് പറയണം. ഓത്ത് ഓഫ് അലിജൻസ് അത് തന്നെ ഞാൻ പറഞ്ഞത്. മാത്രമല്ല നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വേണം. അവൻ ജീവിക്കുന്ന ദൈവമാണ്. പട്ടാളത്തിലെ ഓത്ത് ഓഫ് അലിജൻസ് എടുക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ പട്ടാളക്കാരനായി തെരഞ്ഞെടുത്തതിന് ശേഷം ദീർഘവർഷത്തെ പരിശീലനമൊക്കെ കാണുമായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അങ്ങനെ ഒരു കൂറ് പ്രഖ്യാപിക്കൽ ചടങ്ങ് നടക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ദീർഘകാലത്തിന്റെ കാത്തിരിപ്പ് ഇതിനാവശ്യമുണ്ടോ? ഇവിടെ ഒരു കാത്തിരിപ്പ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, പട്ടാളത്തിൽ നാം നേവിയിൽ ചേർന്ന് കഴിയുമ്പോൾ അവർ ഇനിഷ്യലായിട്ട് നമ്മളുടെ കാര്യങ്ങളും മറ്റും പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കും. നമുക്കൊരു ബോധ്യം വരും, ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്യണം.
അതുപോലെ ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ബോധ്യം വരുമ്പോൾ അപ്പോഴും നാം നമ്മളെ തന്നെ സമർപ്പിക്കും. അപ്പൊ ഒരു തിരിച്ചറിവിന് വേണ്ടിയുള്ള കാലഘട്ടം എന്നുള്ളതല്ലാതെ ഇത്ര വർഷം കാത്തിരിക്കുക അങ്ങനെയുള്ള ഏത് നിമിഷവും എവിടെ ഇരിക്കുന്നു, ഞാൻ ആരാണെന്നും എന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നും ഞാൻ മരിച്ചാലെന്ന് എവിടെ പോകുമെന്നും മനസ്സിലായി കഴിയുമ്പോൾ അതൊരു പ്രതിവിധി ഉണ്ട്, അതൊരു പരിഹാരമുണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ എനിക്ക് വേണ്ടി രക്തം തന്ന് വീണ്ടെടുത്ത കർത്താവിനെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഞാൻ എത്ര കൊടിയ ഒരു പാപിയാണെങ്കിലും എൻ്റെ യഥാർത്ഥമായ പാപാവസ്ഥയെക്കുറിച്ച് ബോധ്യമുണ്ടായി, ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരകനാണ്, എൻ്റെ പാപത്തിൻ്റെ ആ പരിഹാരം ഉണ്ടാക്കാൻ അവന് കഴിയും എന്നുള്ള ബോധ്യത്തോടെ ക്രിസ്തുവിന്റെ സമീപത്തേക്ക് ചെല്ലുന്ന ആ നിമിഷം തന്നെ ഏത് വ്യക്തിയാണെങ്കിലും അവനോട് അലിജൻസ് പ്രഖ്യാപിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും ആ നിമിഷം തന്നെ അവന് അവൻ വെളിച്ചത്തിന്റെ രാജ്യത്തേക്ക് ദൈവരാജ്യത്തിന്റെ അംഗമാകാൻ കഴിയും. ഈ പട്ടാള സേവനം എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും പട്ടാളക്കാരാകാൻ പറ്റുമെന്ന്. കാരണം അവരുടെ മെഷർമെൻ്റ് ഉണ്ട്, അവരുടെ കായികക്ഷമതയുണ്ട്, ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്, പല മാപിനികളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ടാണല്ലോ അവരെ പട്ടാളത്തിൽ ചേർക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ കാര്യത്തിൽ ദൈവരാജ്യത്തിൽ അംഗമാകാൻ? പണക്കാരൻ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ അങ്ങനെയുള്ള എന്തെങ്കിലും വേർതിരിവുകൾ? ദൈവരാജ്യത്തിൽ അംഗമാകുവാൻ ഒറ്റ യോഗ്യത മാത്രം മതി. ഞാൻ പാപിയാണ് തിരിച്ചറിയുന്ന ആ യോഗ്യത, എന്റെ അയോഗ്യതയെക്കുറിച്ചുള്ള ബോധം, എന്റെ അയോഗ്യതയെക്കുറിച്ചുള്ള ബോധം. ഞാൻ അയോഗ്യനാണ് എന്ന് സമ്മതിക്കുന്ന ഏത് വ്യക്തിയും അവൻ അവിടെ യോഗ്യനാണ് ദൈവരാജ്യത്തിന്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു 15 വർഷം പട്ടാളത്തെ സേവിച്ചു, മാതൃരാജ്യത്തെ സേവിച്ചു, ഇന്ന് ദൈവരാജ്യത്തെ സേവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ മാതൃരാജ്യത്തെ സേവിക്കുന്ന എന്തെങ്കിലും ഒരു അല്പം മോശമായ കാര്യമായിട്ട് താങ്കൾ ഇന്ന് പരിഗണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അത്ര അത്യാവശ്യമില്ലാത്ത കാര്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ 15 വർഷം എൻ്റെ ഭാരതത്തെ ഞാൻ സേവിച്ചു. വാസ്തവത്തിൽ ഇന്നും ഭാരതത്തെ ഞാൻ അങ്ങനെ എൻ്റെ ശരീരം കൊണ്ട് സേവിക്കുന്നില്ലെങ്കിൽ പോലും എൻ്റെ ഭരണ, അതായത് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ്, അതുപോലെ ഭാരതത്തിന്റെ ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. കാരണം ദൈവവചനം പഠിപ്പിക്കുന്നത് അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വേണ്ടിയാണ് മാത്രമാണ്. മാത്രമല്ല നാം ആയിരിക്കുന്ന രാജ്യത്തോട് നാം കൂറ് പുലർത്താനാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ രാജ്യത്തോട് ആവശ്യസ്ഥനല്ല, ആവശ്യസ്ഥനായിരിക്കുകയില്ല. ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തൻ അവൻ ഏത് രാജ്യത്തായിരിക്കുന്നു ആ രാജ്യത്തോട് 100% കൂറ് പുലർത്തുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഒരു നല്ല പൗരനായിരിക്കുമെന്നാണ്. അപ്പോൾ തന്നെ ആ ദൈവരാജ്യത്തിന് വേണ്ടി തന്നെ ജീവിതം സമർപ്പിക്കുന്ന വ്യക്തിയായിരിക്കും. താങ്കളുടെ ജീവിതത്തിലെ ഒരു ഓത്ത് ഓഫ് അലിജൻസിന്റെ ദിവസമായി, നിമിഷമായി ഈ നിമിഷം തീരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരുപക്ഷേ ഈ ഭൂമിയിലെ നമ്മുടെ തലവന്മാർ, പട്ടാള തലവന്മാർ, രാഷ്ട്രത്തലവന്മാരൊന്നും നമുക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായി എന്ന് വരില്ല. അവർ നമ്മെ സ്നേഹിക്കുന്നവരുണ്ടാവാം, നമ്മെ ബഹുമാനിക്കുന്നവരാവാം. പക്ഷേ നമുക്ക് വേണ്ടി അവർ ജീവൻ നൽകുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ പട്ടാള തലവൻ, നമ്മുടെ തലവൻ, നമ്മുടെ ജീവിതത്തിന് അധിനായകനാകുവാൻ ആഗ്രഹിക്കുന്നവൻ, നമ്മെ സൃഷ്ടിച്ചവൻ, സാക്ഷാൽ ദൈവം, ദൈവപുത്രൻ, കർത്താവായ യേശുക്രിസ്തു, അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, അവൻ നമ്മെ കരുതിയെന്ന് മാത്രമല്ല, നമുക്ക് വേണ്ടി ജീവൻ നൽകുകയും ചെയ്തവനാണ്. അന്ധകാരത്തിൻ്റെ അടിമകളായിരുന്ന, പിശാചിൻ്റെ ബന്ധനത്തിലായിരുന്ന നമ്മെ അവിടെ നിന്ന് മോചിപ്പിച്ച് യഥാർത്ഥമായ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി നമ്മെ തീർക്കുവാൻ വേണ്ടി, എല്ലാ നന്മയും നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും നമുക്ക് വേണ്ടി ഒരു യാഗമായി തീരുവാൻ അനുവദിക്കുകയും ചെയ്തു. ഇന്ന് നാം ചെയ്യേണ്ടത് ആ കർത്താവിനോട് നമ്മുടെ കൂറ് പ്രഖ്യാപിക്കുക. ദൈവമേ, ഞാനൊരു അയോഗ്യനാണ് എന്നുള്ള ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഈ പദവിയിലേക്ക് വരുവാൻ യാതൊരു യോഗ്യതയുള്ളവനല്ല എന്നുള്ള ഞാൻ സമ്മതിക്കുന്നു. അങ്ങയുടെ മകനായി തീരുവാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല. എങ്കിലും നീ എന്നെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങനോട് കൃപ കാണിച്ചുകൊണ്ട്, അങ്ങനോട് മനസ്സലിവ് കാണിച്ചുകൊണ്ട്, അങ്ങനോട് സഹാനുഭൂതി കാണിച്ചുകൊണ്ട് ഞാനിത് നിൻ്റെ അടുത്തേക്ക് വരുന്നു, നിൻ്റെ ഒരു പൈതലായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നിമിഷം തന്നെ, ഈ കൂറ് പ്രഖ്യാപിക്കുന്ന ഈ വേളയിൽ തന്നെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു പൈതലായി തീരുവാൻ കഴിയും, ദൈവരാജ്യത്തിൻ്റെ അംഗമായി തീരുവാൻ കഴിയും. ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ആ വലിയ സൗഭാഗ്യം ഈ നിമിഷം കൈവരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ഭൂമിയിൽ എത്ര നാൾ നാം ജീവിക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്നാൽ അടുത്ത ലോകത്തിൽ, മരണാനന്തരമുള്ള എൻ്റെ ജീവിതം സർവശക്തനായ, സർവജ്ഞാനിയായ, സർവ്വവ്യാപിയായ, അനാദ്യന്തനായ ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദൈവത്തെ ഞാൻ അംഗീകരിക്കേണ്ടത്, അവൻ്റെ കരങ്ങൾ ഞാൻ എൻ്റെ കരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ നിമിഷം ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, നമ്മുടെ ഓത്ത് ഓഫ് അലിജൻസിൻ്റെ നിമിഷമായി തീരട്ടെ. ഞങ്ങളുടെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ആ നന്മയുടെ അനുഭവം കൈവരിക്കുവാൻ ഇടയാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ധന്യമായ ചിന്തകൾ ഞങ്ങളോടൊപ്പം പങ്കുവച്ച ബഹുമാനായ സാബു വറീസിനുള്ള നന്ദി വളരെ വിനയത്തോടെ അറിയിക്കുന്നു. നമസ്കാരം, നന്ദി.